ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. അതിന് വേണ്ടി ഒരു 1/2 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു വലിയ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാം. മസാല ഇട്ടിട്ട് ഒരു തുള്ളി എണ്ണയും ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് മസാല മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു നുള്ള് ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം നമ്മൾ കടുകൊക്കെ പൊട്ടി ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, സവാള എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഈ ഉള്ളിയും സവാളയൊക്കെ പെട്ടെന്നൊന്ന് വാടി വരുന്നതിന് കുറച്ച് ഉപ്പും ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അതൊരു ടിപ്സാണ് സോഡാപ്പൊടി ഇടുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴന്ന് കിട്ടും. നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണേ. ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിയും ഇഞ്ചി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അടപ്പ് തുറന്ന് നോക്കാം. ഉള്ളിയും തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. തക്കാളിയുടെ ചെറിയ ഗ്രേവിയൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ സാധനമായ ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ട് മസാലയൊക്കെ പിടിച്ച് ഇരിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ നമ്മൾ മസാല എടുത്ത പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതിന് കുറച്ച് ഉപ്പും കൂടെ വേണം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് ഉള്ളിയിലും ഞണ്ടിലും ഒക്കെ. അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇനി ഇതിന് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒന്ന് ഇളക്കിയിട്ട് തുറന്ന് വെച്ച്
വേവിക്കുക. ഇനി ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ലാസ്റ്റ് നമുക്ക് ഒരു ഇതിൽ കറിവേപ്പിലയും കൂടെ വിതറി അതിനെ ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കപ്പ ഉടച്ചതും ഞണ്ട് റോസ്റ്റും കൂടെ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ.